ഐഡിയസ് കിപ്ലാട്ടും ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തങ്കലാൻ എന്നൊരു സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തങ്കലാൻ സിനിമ കണ്ടവർ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. സോ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തങ്കലാൻ സിനിമ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഐ ഹാവ് വാച്ച് ദ മൂവി, ഇറ്റ് വാസ് അമേസിങ് ഫോർ മീ. സോ ദാറ്റ്സ് വൈ ഐ എം ടെല്ലിങ്. കാരണം നല്ലൊരു സിനിമയാണ്, നല്ലൊരു ആർട്ടാണ്. മാത്രമല്ല നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആർട്ടിസ്റ്റായ ദ മാൻ ഓഫ് ഡെഡിക്കേഷൻ എന്നറിയപ്പെടുന്ന ചിയാൻ വിക്രമാണ് ആക്ച്വലി ഈ സിനിമയിൽ ആക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മലയാളത്തിൻ്റെ സ്വന്തം പാർവതിയും ഉണ്ട്, പിന്നെ മാളവിക മോഹൻ, അതുപോലെ തന്നെ പശുപതി തുടങ്ങിയ നിരവധി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിയർ ആക്ടിങ് വാസ് അമേസിങ്. മാത്രമല്ല ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് തമിഴിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടറായ പ രഞ്ജിത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ ഒരു എന്താ പറയുക, ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ച സിനിമകളായിരിക്കും. സ്പെഷ്യലി കാല, കബാലി, അതുപോലെ തന്നെ മദ്രാസ്, അട്ടക്കത്തി തുടങ്ങിയ സിനിമകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ആ രഞ്ജിത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമകളായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, അതായത് സമൂഹ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം സിനിമ എന്ന ആർട്ടിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങളുണ്ട്. വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഭാഷാപരമായോ ഇല്ലെങ്കിൽ കൾച്ചറോ അല്ലെങ്കിൽ മറ്റ് ജീവിത രീതികൾ കൊണ്ടുള്ള വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർ, ഈ അധികാരവർഗത്തിലുള്ള ആൾക്കാർ മുഖേന പലതരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അതിന് മതപരമായിട്ടോ ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ടോ മറ്റു രീതിയിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അധികാരവർഗത്തിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പൊതുവെ ഒരു മെജോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പൊതുവെ ഈ മൈനോറിറ്റി എന്നറിയപ്പെടുന്ന ആൾക്കാരെ പൊതുവെ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുക എന്നുള്ളതാണ് പൊതുവെ പ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാല, കബാലി, മദ്രാസ്, അട്ടക്കത്തി പോലുള്ള സിനിമകളെല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിലൂടെ എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സൊസൈറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈസിലി ജനങ്ങൾക്ക് അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റിയുടെ പ്രശ്നം അത് സൊസൈറ്റിക്ക് തന്നെ, സൊസൈറ്റിയുടെ മുമ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ സൊസൈറ്റി തന്നെ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തും എന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കാം പ രഞ്ജിത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതും ആയത് സൊസൈറ്റിക്ക് മുമ്പിൽ തന്നെ വിമർശനത്തിന് വയ്ക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ജസ്റ്റിസ്, അതായത് എല്ലാവർക്കും എല്ലാം ഈക്വലി കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തോട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല ആരും ആരുടെയും മേലെയോ താഴെയല്ല. വി ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ in India. So in India each and every individual should be treated equal and respected equal എന്നുള്ളതാണ് ഈ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ട് അർത്ഥമാകുന്നത്. പിന്നെ ഈ സിനിമയിലെ ഓരോ ആക്ടർമാരുടെയും ആക്ടിങ്ങിനെ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഏറ്റവും സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജി വി പ്രകാശ് കുമാർ എന്ന മ്യൂസിഷ്യൻ്റെ മാജിക്കാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ബിഗിനിങ് ടു എൻഡ് വരെ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത്രയും മനോഹരമായിട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെ ഈച്ച് ആൻഡ് എവറി സീനിനും കൃത്യമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ് ജി വി പ്രകാശ് കുമാർ ചെയ്തിരിക്കുന്നത്. ഹി മസ്റ്റ് ബി അപ്രീഷിയേറ്റഡ് ബിക്കോസ് ദർ ആർ നോ വേർഡ്സ് മോർ അബൌട്ട് ഹിം. വാട്ട് ഹി ഹാസ് ഡൺ ഈസ് ബിയോണ്ട് എവറിഥിങ് വാട്ട് വി ഹാഡ് എക്സ്പെക്റ്റഡ് ഫ്രോം ദ മൂവി. സ്റ്റുഡിയോ ഗ്രീനും നീലം ഫിലിം പ്രൊഡക്ഷൻ ചേർന്നിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കണ്ടന്റും സ്ക്രീൻ പ്ലേ അതുപോലെ തന്നെ മേക്കിങ്ങും എല്ലാം തന്നെ സൂപ്പർബാണ്. സോ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ പോയി തന്നെ കാണണം, എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. എന്തായാലും സിനിമയുടെ സ്റ്റോറി ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നില്ല. പകരം നിങ്ങളത് കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തായാലും ഈ സിനിമയിൽ പ്രധാനമായിട്ടും ട്രൈബൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ട്രൈബലിന്റെ പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ ചൂണ്ടിക്കാണിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ട്രൈബ്സ് ആർ ഇൻ ഇന്ത്യ. സോ എല്ലാവർക്കും അവരുടെ ഓരോ പ്രശ്നങ്ങളുണ്ട് അവരുടെ പ്രദേശം അനുസരിച്ച്. അപ്പോൾ അതിലൊന്നാണ് ഭൂമി പ്രശ്നം എന്ന് പറയുന്നത്. ഭൂമി പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, പ്രത്യേകിച്ചും നമ്മുടെ അട്ടപ്പാടിയിലും കേരളത്തിന്റെ പല ഭാഗത്തും ഇന്ത്യയിലും എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പലപ്പോഴും സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ട്രൈബൽ പ്രശ്നം ഈ കോലാർ ഗോൾഡ് ഫീൽഡ്, അതായത് KGF എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ട്രൈബ്സിന് അനുഭവപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അതിന്റെ പ്രശ്നങ്ങൾ അവർ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് സിനിമ ക്ലൈമാക്സിൽ അവസാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും അന്നത്തെ ബ്രിട്ടീഷിന്റെ അടിമത്തവും പിന്നെ ഇവിടെ നിന്നിരുന്ന ജാതിപരമായിട്ടുള്ള അടിമത്തവും ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ആക്ടർ ചിയാൻ വിക്രമിന്റെ കരിയറിലും ഡയറക്ടർ പ രഞ്ജിത്തിന്റെ കരിയറിലും തങ്കലാൻ എന്ന സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ വിക്രമിന്റെയും അല്ലെങ്കിൽ പാരഞ്ജിത്തിന്റെ കരിയറിൽ നിങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മൂവി ഇതല്ല ഇതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്തത് പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.